കെമിസ്ട്രീൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷൻ. അപ്പം നമ്മൾ ഇതുവരെ ഫങ്ഷണൽ ഗ്രൂപ്പും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പഠിച്ചു അല്ലേ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ഈ ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് എന്നാണ്. വാട്ട് ആർ ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ്? അപ്പോൾ അറോമ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം നല്ല സ്മെല്ല് എന്നാണ്. നല്ല സ്മെല്ലാണ് അറോമ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന അറോമാറ്റിക് ഹൈഡ്രോ കാർബൺസിൽ മോസ്റ്റ് ഓഫ് ദം, അധികവും നല്ല ഫ്രൂട്ട്സിൻ്റെയോ ഫ്ലവേഴ്സിൻ്റെയോ സ്മെല്ലുള്ള സബ്സ്റ്റൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പം നമുക്ക് അതല്ല പഠിക്കേണ്ടത്, നമുക്കതിൻ്റെ സ്ട്രക്ചറും ബാക്കിയുള്ള പ്രോപ്പർട്ടീസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അറോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് റിങ്ങിൻ്റെ ഷേപ്പിലുള്ള ഹൈഡ്രോ കാർബൺസ് ആയിരിക്കും. നമ്മൾ ബെൻസീനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. ഇങ്ങനെ റിംഗ് ഷേപ്പിലുള്ള ഹൈഡ്രോ കാർബൺസിനെ വിളിക്കുന്ന പേരാണ് അറോമാറ്റിക് ഹൈഡ്രോ കാർബൺസ്. പിന്നെ വെറും റിങ് മാത്രമല്ല, ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള പൊസിഷനിൽ എന്തുണ്ടാവും? ഇതേപോലെ ഡബിൾ ബോൺസ് ഉണ്ടാവും. അങ്ങനെ റിംഗ് സ്ട്രക്ചറും ഓൾട്ടർനേറ്റ് പൊസിഷനിൽ ഡബിൾ ബോൺസ് വരുന്ന ഹൈഡ്രോ കാർബൺസ് നമ്മൾ വിളിക്കുന്ന പേരാണ് അറോമാറ്റിക് ഹൈഡ്രോ കാർബൺസ്. അറോമാറ്റിക് ഹൈഡ്രോ കാർബൺ എന്നാണ് നമ്മൾ അങ്ങനത്തെ ഹൈഡ്രോ കാർബൺസിനെ വിളിക്കുന്നത്. ഇപ്പോൾ aromatic hydrocarbons are the hydrocarbons that are present in the form of rings of carbon atoms with alternative double bonds. ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ. ഇതാണ് ബെൻസീൻ റിംഗ് എന്ന് പറയുന്നത്. C6H6 ആണ് അതിൻ്റെ മോളിക്യുലാർ ഫോർമുല വരുന്നത്. 6 കാർബൺ ആറ്റം 6 ഹൈഡ്രജൻ ആറ്റം ഉണ്ടാവും. ഇതാണ് ബെൻസീൻ റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ബെൻസീൻ റിംഗ് C6H6 ആണ് അതിൻ്റെ മോളിക്യുലാർ ഫോർമുല വരുന്നത്. വിച്ച് കാറ്റഗറി ഡസ് ദിസ് കോമ്പൗണ്ട് ബിലോങ് ടു? അപ്പം നമ്മളിപ്പം പഠിച്ചു ഇതിൻ്റെ പേരെന്താണ്? aromatic ഹൈഡ്രോ കാർബൺസ് ആണത് അല്ലേ, aromatic ഹൈഡ്രോ കാർബൺ. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്? ഈ കോമ്പൗണ്ടിൻ്റെ പേര് നമ്മളിപ്പം പറഞ്ഞു. എന്താണത്? ബെൻസീൻ. ഇത് നമ്മൾ വിളിക്കുന്ന പേര് ബെൻസീൻ എന്നാണ്. റൈറ്റ് ദ മോളിക്കുലർ ഫോർമുല ഓഫ് ദിസ് കോമ്പൗണ്ട്. C6H6. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. C6H6 ആണ് ഇതിൻ്റെ മോളിക്കുലർ ഫോർമുല വരുന്നത്. ഇനി ഇതിൽ തന്നെ റിങ്ങിൽ ചില മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പേര് വ്യത്യാസം വരും. അപ്പം ബെൻസീൻ റിങ്ങിലത്തെ മുകളിലുള്ള ഈ ഹൈഡ്രജൻ മാറ്റി അതിൻ്റെ പ്ലേസിൽ ഒരു OH ഗ്രൂപ്പാണ് വരുന്നതെങ്കിൽ, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പാണ് വരുന്നതെങ്കിൽ ആ കോമ്പൗണ്ടിന് വിളിക്കുന്ന പേരാണ് എന്ത്? ഫീനോൾ. ഇപ്പോൾ C6H6ന് പകരം ഒരു ഹൈഡ്രജൻ പോയി അതിൻ്റെ പ്ലേസിൽ ഒരു OH വന്നു. അങ്ങനെ ആ റിങ്ങിനെ നമ്മൾ ബെൻസീൻ റിംഗ് എന്ന് വിളിക്കില്ല, അതിൻ്റെ പേരെന്താ? ഫീനോളിനാണ്. PHENOL, ഫീനോൾ. ഇനി അതേപോലെ തന്നെ ബെൻസീൻ റിങ്ങിൻ്റെ മുകളിലുള്ള ഒരു ഹൈഡ്രജൻ മാറി അതിന് പ്ലേസിൽ കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് വരാണെങ്കിൽ, COOH ഗ്രൂപ്പ് വരാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ബെൻസോയിക് ആസിഡ്. ബെൻസോയിക് ആസിഡ്. C6H6ന് പകരം C6H5COOH എന്നാണ് അതിൻ്റെ പേര് വരുന്നത്. What is phenol? Phenol is the compound obtained when hydrogen atom in benzene is replaced with an OH group. ഇനി ഒരു ഹൈഡ്രജൻ ആറ്റത്തിന് പകരം COOH ആണ് വരുന്നതെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് ബെൻസോയിക് ആസിഡ്. ഓക്കെ, ക്ലിയർ ആയാലും എന്താ അറോമാറ്റിക് ഹൈഡ്രോ കാർബൺസും എന്തൊക്കെയാണ് സ്ട്രക്ചറിൽ ഓരോ ഹൈഡ്രജൻ മാറുമ്പോൾ വരുന്ന വ്യത്യാസങ്ങളും. നെക്സ്റ്റ് നമ്മൾ ഐസോമെറിസം. ഓൾറെഡി നമ്മൾ ഈ ഐസോമെറിസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നില്ല, എന്താ ഐസോമെറിസം എന്നുള്ളത്. അപ്പം ഐസോമർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മോളിക്കുലർ ഫോർമുലൊക്കെ സെയിം ആയിരിക്കും, പക്ഷേ അതിൻ്റെ സ്ട്രക്ചറിൽ വ്യത്യാസം വരാം. അതാണ് നമ്മൾ ഐസോമർ എന്ന് പറയുന്നത്. അപ്പോൾ കോമ്പൗണ്ട്സ് ഹാവിങ് സെയിം മോളിക്കുലർ ഫോർമുലയിൽ ഒരു വ്യത്യാസവും ഇല്ല, പക്ഷേ അതിൻ്റെ പ്രോപ്പർട്ടീസ് വ്യത്യാസം ഉണ്ടാവും. അങ്ങനെയുള്ള സബ്സ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് ഐസോമേഴ്സ്. ഈ പ്രത്യേകതയ്ക്ക് നമ്മൾ പറയും, അല്ലെങ്കിൽ ഫെനോമിന നമ്മൾ പറയും ഐസോമെറിസം. ഇപ്പോൾ ഈ ഐസോമേഴ്സിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ മോളിക്കുലർ ഫോം സെയിം, പക്ഷേ അതിൻ്റെ സ്ട്രക്ചറൽ ഫോർമുല ഡിഫറെൻ്റ് ആയിരിക്കും. സ്ട്രക്ചർ വരച്ച് കഴിയുമ്പോൾ വ്യത്യാസം വരും. സ്ട്രക്ചറിൽ വരുന്ന വ്യത്യാസം കാരണം ഇതിൻ്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് വ്യത്യാസം ഉണ്ടാവും. Okay, but compounds having same molecular formula and different chemical and physical properties are called isomers. This phenomenon is called isomerism. The structural formula of these compounds are different. Molecular formula same ആണ്, structural formula different ആണ്. അങ്ങനെ സ്ട്രക്ചറൽ വ്യത്യാസം വരുന്നത് കൊണ്ട് ഇതിന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്. പ്രോപ്പർട്ടീസ്, കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇനി നമുക്ക് രണ്ട് അല്ലേ, മുകളിൽ 2 താഴെ 2 കോമ്പൗണ്ട്സിന് പേര് തന്നിട്ടുണ്ട്. എന്നിട്ട് അനലൈസ് ചെയ്യാം. നമ്മളിത് ജസ്റ്റ് വാച്ച് ചെയ്തിട്ട് താഴെ കൊടുക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ കണ്ടുപിടിക്കാം. വിച്ച് ഓഫ് ദീസ് കോമ്പൗണ്ട്സ് ഹാവ് ദ സെയിം മോളിക്കുലർ ഫോർമുല? സെയിം മോളിക്കുലർ ഫോർമുല വരുന്ന ഏത് കോമ്പൗണ്ടാണ് ചോദിച്ചത് അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് നോക്കാം. CH3CH CH3
Cl ആണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു Cl ഉണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് 3 തന്നെ. Cl ഇവിടെ വരുന്നുണ്ട്. ഇത് ഹാലോജൻ ഗ്രൂപ്പാണ്. Cl എന്ന് പറഞ്ഞാൽ ക്ലോറിൻ ഹാലോജൻ ഗ്രൂപ്പാണ്. ഇത് ഹാലോ ആൽക്കെയിൻ ആണ് വരുന്നത് അല്ലേ. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താ? മോളിക്കുലർ ഫോർമുല സെയിം തന്നെ, പക്ഷേ രണ്ടിൻ്റെ സ്ട്രക്ചർ വ്യത്യാസമുണ്ട്. 3 കാർബൺ ആറ്റം, അതേപോലെ തന്നെ 7 ഹൈഡ്രജൻ ആറ്റം. അത് നമ്മൾ കൗണ്ട് ചെയ്ത 3 കാർബൺ ആറ്റം, 7 ഹൈഡ്രജൻ ആറ്റം, 1 ക്ലോറിൻ, രണ്ടിലും വരുന്നുണ്ട്. അപ്പം ഇതൊരു ഐസോമറാണെന്ന് മനസ്സിലായി. ഇനി ഇതും ഒരു ഐസോമറാണോ? CH3CH2OH, ഇവിടെ CH3 CH2 CH2OH ആണ് അല്ലേ. ഇവിടെ സെയിം മോളിക്കുലർ ഫോർമുല അല്ല, ഇതിൻ്റെ അകത്തൊരു CH2 ഗ്രൂപ്പ് കൂടുതലാണ്. അപ്പം ഇത് രണ്ടും എന്തല്ല? ദേ ആർ നോട്ട് ഐസോമേഴ്സ്. കാരണം ഇതിൻ്റെ മോളിക്കുലർ ഫോർമുല സെയിം അല്ല. ബട്ട് ഇത് രണ്ടും ഐസോമറാണ്. സെയിം മോളിക്കുലർ ഫോർമുല. എന്താണ് മോളിക്കുലർ ഫോർമുല വരുന്നത്? CH3H7Cl. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ 3 കാർബൺ ആറ്റം, 7 ഹൈഡ്രജൻ ആറ്റം, 1 ക്ലോറിൻ. അപ്പം ഇത് ഐസോമറാണ്. സ്ട്രക്ചർ ഡിഫറെൻറ്റ് ബട്ട് സെയിം മോളിക്കുലർ ഫോർമുല. അപ്പോൾ ഏതൊക്കെയാണ് അവിടെ സെയിം വരുന്നത്? ഫസ്റ്റും ആൻഡ് ഫോർത്ത് കോമ്പൗണ്ട്സ് അല്ലേ. ഫസ്റ്റ് ആൻഡ് ഫോർത്ത്. വാട്ട് ഈസ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ് ഇൻ ഈച്ച് ഓഫ് ദിസ്? ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്താ? Cl ആണ്, ക്ലോറോ അല്ലേ. ക്ലോറോ ആണ് ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നത്. Cl ഗ്രൂപ്പ്, ക്ലോറോ എന്നാണ് അതിനോട് പറയുന്നത്. അതെന്താ സാധനം? ഹാലോജനാണ്. ഒരു ഹാലോജൻ ഗ്രൂപ്പായിട്ടുള്ള Cl ആണ് ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് നമുക്ക് ക്വസ്റ്റനിൽ തന്നത്. റൈറ്റ് ദ IUPAC നെയിംസ് ഓഫ് ദീസ് കോമ്പൗണ്ട്സ്. ഈ കോമ്പൗണ്ട്സിന് IUPAC നെയിം നമ്മുടെ അടുത്ത് ഇവിടെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്തായിരിക്കും അതിൻ്റെ പേര്? അപ്പം നമ്മൾ നെയിമിംഗ് ഒക്കെ ഓൾറെഡി പഠിച്ച ഇതാണല്ലേ, എങ്ങനെയാണ് ഫങ്ഷണൽ ഗ്രൂപ്പിൽ നെയിം കൊടുക്കുക എന്നുള്ളത്. അപ്പം ആദ്യത്തേൻ്റെ പേരെന്താ? CH3CH. അപ്പം നമ്പറിംഗ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് കാർബണിൻ്റെ മുകളിലാണ് നമ്മളുടെ Cl വരുന്നത്. അപ്പോൾ അതിൻ്റെ പൊസിഷൻ ആദ്യം നമ്മൾ പറയണം. ഫസ്റ്റിൻ്റെ പേരെന്താ? 2 ക്ലോറോ. 3 കാർബൺ ആറ്റം വരുമ്പോൾ പ്രോപ്പാണ് അല്ലേ, സിംഗിൾ ബോണ്ട് ആയിരുന്നു പ്രൊപ്പെയിൻ. 2 ക്ലോറോ പ്രൊപ്പെയിൻ ആണ് നമ്മളുടെ ആദ്യത്തെ കോമ്പൗണ്ട്. 2 ക്ലോറോ പ്രൊപ്പെയിൻ. ഇനി രണ്ടാമത്തെ പറഞ്ഞാൽ നമ്പർ 4 ആണ് നമ്മളുടെ ഇവിടുത്തെ കോമ്പൗണ്ട്. എന്താണ് ഇതിൻ്റെ പേര്? ആദ്യത്തെ കാർബണിൻ്റെ മുകളിലാണ് ക്ലോറോ ഗ്രൂപ്പ് വരുന്നത്. അപ്പോൾ അതിൻ്റെ പേര് 1 ക്ലോറോ. 3 കാർബൺ ആറ്റം തന്നെയാണ് വരിക, 3 ആയതുകൊണ്ട് പ്രോപ്പ് വരും. 1 ക്ലോറോ പ്രൊപ്പെയിൻ. ഇതാണ് ഈ രണ്ട് കോമ്പൗണ്ട്സിൻ്റെ IUPAC നെയിം. ഓക്കെ, നെക്സ്റ്റ് ആണ് ടൈപ്സ് ഓഫ് ഐസോമെറിസം. അപ്പോൾ ഐസോമർ എന്താ, ഐസോമെറിസം എന്താ നമ്മൾ പഠിച്ചു. ഇനി ഇതിൽ തന്നെ ഒരു 2-3 ടൈപ്പ് നമുക്ക് പഠിക്കാനുണ്ട്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഐസോമെറിസം? അതിൽ ആദ്യത്തെ ഐസോമെറിസം നമ്മൾ പഠിക്കാൻ പോകുന്നത് ചെയിൻ ഐസോമെറിസാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഐസോമേഴ്സ് വന്നത്? ഐസോമേഴ്സ് വരാൻ കാരണം അതിൻ്റെ സ്ട്രക്ചറിലൊക്കെ വരുന്ന മാറ്റങ്ങളാണ് അല്ലേ. സബ് സ്ട്രക്ചർ മാറുമ്പോഴാണ് ഐസോമെറിസം കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം പഠിക്കാനുള്ള ചെയിൻ ഐസോമെറിസം. ചെയിൻ ഐസോമെറിസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മോളിക്കുലർ ഫോർമുല സെയിം ആയിരിക്കും, പക്ഷേ ചെയിനിൻ്റെ സ്ട്രക്ചറിൽ ചില വ്യത്യാസങ്ങളുണ്ടാവും. ഒന്ന് സ്ട്രെയിറ്റ് ചെയിൻ കോമ്പൗണ്ട് ആണെങ്കിൽ മറ്റേ ചിലപ്പോൾ ബ്രാഞ്ചസ് വരാം. അങ്ങനെ വരുമ്പോഴാണ് ചെയിൻ ഐസോമെറിസം എന്ന് പറയുന്ന ഐസോമെറിസം ഹൈഡ്രോ കാർബൺസ് കാണിക്കുന്നത്. അപ്പോൾ എന്താ അതിന് ഡെഫിനേഷൻ വരുന്നത്? കോമ്പൗണ്ട്സ് ദാറ്റ് ഹാവ് ദ സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് ഡിഫർ ഇൻ ദ സ്ട്രക്ചേഴ്സ് ഓഫ് കാർബൺ ചെയിൻ. കാർബൺ ചെയിൻ്റെ സ്ട്രക്ചറിൽ ഡിഫറൻസ് വരുമ്പം അതിനെ വിളിക്കുന്ന പേരാണ് ചെയിൻ ഐസോമേഴ്സ്. ആ ഫെനോമിനെ ചെയിൻ ഐസോമെറിസം എന്ന് പറയും. ഇപ്പോൾ കോമ്പൗണ്ട്സ് ദാറ്റ് ഹാവ് ദ സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് ഡിഫർ ഇൻ ദ സ്ട്രക്ചേഴ്സ് ഓഫ് കാർബൺ ചെയിൻ ആർ കോൾഡ് ചെയിൻ ഐസോമേഴ്സ്. ദിസ് ഫെനോമിനൻ ഈസ് നോൺ ആസ് ചെയിൻ ഐസോമെറിസം. ഓക്കെ, മോളിക്കുലർ ഫോർമുല സെയിം തന്നെ, പക്ഷേ കാർബൺ ചെയിൻ്റെ സ്ട്രക്ചറിൽ ഇപ്പം നേരെയുള്ള കാർബൺ ബ്രാഞ്ച് ഒന്നും ഇല്ലാത്തതായിരിക്കും, പക്ഷേ അതിൻ്റെ അകത്തൊരു ബ്രാഞ്ച് വന്നു കഴിഞ്ഞാൽ അത് എക്സിബിറ്റ് ചെയ്യുന്ന ഐസോമെറിസം ഏതാണ്? ചെയിൻ ഐസോമെറിസം ആയിരിക്കും. അപ്പം എക്സാമ്പിളായിട്ട് നമുക്ക് 2 ഹൈഡ്രോ കാർബൺസിൻ്റെ ഫോർമുല തന്നിട്ടുണ്ട്. ഇത് നോർമലായിട്ടുള്ള സ്ട്രെയിറ്റ് ചെയിൻ ബ്രാഞ്ച് ഒന്നും ഇല്ലാത്ത ഒരു ഹൈഡ്രോ കാർബൺ ആണ്. പക്ഷേ ഇവിടെ സെക്കൻഡ് കാർബണിൻ്റെ മുകളിൽ ഒരു ബ്രാഞ്ച് വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ മോളിക്കുലർ ഫോർമുല നമ്മൾ ചെക്ക് ചെയ്താലോ, 4 കാർബൺ ആറ്റം, എത്ര ഹൈഡ്രജൻ ആറ്റം വരുന്നുണ്ട്? സിംഗിൾ ബോണ്ടാണ് വരുന്നത് അല്ലേ. അപ്പം 4 കാർബൺ ആറ്റം, 10 ഹൈഡ്രജൻ ആറ്റം വരുന്നുണ്ട്. ഇതിൻ്റെ മോളിക്കുലർ ഫോർമുല നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും സെയിം മോളിക്കുലർ ഫോർമുല C4
H10. അപ്പോൾ ഇത് ഐസോമറാണ് നമ്മൾ ഉറപ്പിച്ചു. ഇനി ഇതിൽ വ്യത്യാസം എന്താ വന്നത്? വ്യത്യാസം ആദ്യത്തേത് സ്ട്രേറ്റ് ചെയിൻ കോമ്പൗണ്ടാണ്, രണ്ടാമത്തേൽ ഒരു ബ്രാഞ്ച് വന്നു, സെക്കൻഡ് കാർബൺ ആറ്റത്തിന് മുകളിലൊരു ബ്രാഞ്ച് വന്നു. അതാണ് ഡിഫറൻസ് ഇവിടെ. ഓക്കെ, ഇനി അത് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? റൈറ്റ് ദ മോളിക്കുലർ ഫോർമുല ഓഫ് ദീസ് ടു കോമ്പൗണ്ട്സ്. മോളിക്കുലർ ഫോർമുല നമ്മളിവിടെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. അതെന്താണ്? C4H10. C4H10 ആണ് ഇതിൻ്റെ മോളിക്കുലർ ഫോർമുല. വാട്ട് ഈസ് ദ പെക്യുലാരിറ്റി ഇൻ ദ മോളിക്കുലർ ഫോർമുല? മോളിക്കുലർ ഫോർമുലയിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? സെയിം അല്ലേ? സെയിം മോളിക്കുലർ ഫോർമുല. പെക്യുലാരിറ്റി ഒന്നുമില്ല, സെയിം മോളിക്കുലർ ഫോർമുലയാണ്. ബട്ട് സ്ട്രക്ചറൽ ഫോർമുല ഇസ് ഡിഫറെൻറ്റ്. സ്ട്രക്ചറൽ ഫോർമുലയിൽ വ്യത്യാസമുണ്ട്. റൈറ്റ് ദ IUPAC നെയിം. IUPAC നെയിം എഴുതുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് 4 കാർബൺ ആറ്റാണ്. അപ്പോൾ ബ്യൂട്ടെന്ന് വരും, സിംഗിൾ ബോണ്ടാണ്, കാർബൺ ടു കാർബൺ വരുന്നതുകൊണ്ട് ANE ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ പേരെന്താ? ബ്യൂട്ടേൻ. അപ്പോൾ ഫസ്റ്റ് ഹൈഡ്രോ കാർബൺ ബ്യൂട്ടേൻ ആണ്. സെക്കൻഡ് ആണെങ്കിൽ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദ മെയിൻ ചെയിൻ എന്ന് പറയും. ഇപ്പോൾ ഇങ്ങനെ കൗണ്ട് ചെയ്താൽ 3 കാർബൺ ആറ്റം, ഇങ്ങനെ കൗണ്ട് ചെയ്താലും 3, ഇങ്ങനെ കൗണ്ട് ചെയ്താലും 3. അപ്പം എങ്ങനെ കൗണ്ട് ചെയ്താലും 3 കാർബൺ ആറ്റം വരുന്നത് കൊണ്ട് നമ്മളുടെ മെയിൻ ചെയിനിൽ 3 കാർബൺ ആറ്റംസ് ആണ് വരുന്നത്. ഇവിടെ ബ്രാഞ്ച് വരുന്ന സെക്കൻഡ് കാർബൺ ആറ്റത്തിന് മുകളിൽ CH3 ആണ്. CH3 വരുന്ന ബ്രാഞ്ചിൻ്റെ പേരെന്താ? മീഥൈൽ ഗ്രൂപ്പാണ് അല്ലേ? മീഥൈൽ. അപ്പോൾ നമ്മൾ പഠിച്ച റൂൾ പ്രകാരം പൊസിഷൻ ഓഫ് ദ ബ്രാഞ്ച് ആദ്യം പറയണം. പൊസിഷൻ എവിടെ വരുന്നത്? സെക്കൻഡ് കാർബൺ ആറ്റത്തിന് മുകളിൽ. അപ്പോൾ 2 മീഥൈൽ. സ്ട്രെയിറ്റ് ചെയിനിൽ 3 കാർബൺ ആറ്റം. 3 കാർബൺ ആറ്റം വരുമ്പം പ്രോപ്പാണ് വരുന്നത്, എല്ലാം സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE സഫിക്സും കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ പേരെന്താ? 2 മീഥൈൽ പ്രൊപ്പെയിൻ. 2 മീഥൈൽ പ്രൊപ്പെയിൻ ആണ് നമ്മളുടെ രണ്ടാമത്തെ കാർബൺ, ഹൈഡ്രോ കാർബൺ. അപ്പം ക്ലിയർ ആയാലും എന്താ ചെയിൻ ഐസോമറിസം എന്നുള്ളത്. ഓക്കെ, the structural formula of 2 chain isomers of pentane C5H12 are given. Write the structural formula of the third isomer. അപ്പം C5H12 തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്കിവിടെ ബ്രാഞ്ച് ഒന്നും വരുന്നില്ല, സ്ട്രെയിറ്റ് ആയിട്ടുള്ള ചെയിനാണ് വരുന്നത്. ഇത് നമ്മളുടെ നോർമൽ ആയിട്ടുള്ള പെൻറ്റെയിൻ ആണ്. രണ്ടാമത്തെ പ്രത്യേകത എന്താ? ഇവിടെയുള്ള ഈ ഒരു CH2 അല്ലെങ്കിൽ CH ഗ്രൂപ്പ് ബ്രാഞ്ച് ആയിട്ട് വന്നു. നമ്മുടെ അടുത്ത് ചോദിച്ചത് ഇതിൻ്റെ മൂന്നാമത്തെ ഐസോമറിൻ്റെ സ്ട്രക്ചർ എന്തായിരിക്കും എന്നാണ്. അപ്പോൾ നമ്മളിവിടെ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇവിടെ വരുന്ന ഈ CH2 ഉണ്ടല്ലോ, ഇതിനും കൂടി നമ്മൾ എടുത്തിട്ട് എന്താക്കുക? ഇവിടെ ഒരു ബ്രാഞ്ച് ആക്കിയിടാം. അതായത് ഇങ്ങനെ വരയ്ക്കും. CH3 മുകളിൽ ഒരു CH3, താഴൊരു CH3, പിന്നെ ഇവിടെ. ഇതാണ് ഇതിൻ്റെ തേർഡ് ഐസോമർ വരാം. അപ്പോൾ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് കൗണ്ട് ചെയ്താൽ 1 2 3 4 5. നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് 3 6 9 12 അല്ലേ? അപ്പോൾ C5H12 തന്നെയാണ് ഷേപ്പ് വരുന്നത്, പക്ഷേ ഇതിൻ്റെ സ്ട്രക്ചറിൽ വ്യത്യാസം വന്നു. അപ്പോൾ ഇതിൻ്റെ പേരെന്തായിരിക്കും? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരേ കാർബൺ ആറ്റത്തിന് മുകളിലാണ് പേര് വരുമ്പോൾ നമ്മൾ ആ പൊസിഷൻ 2 പ്രാവശ്യം എഴുതും, എന്നിട്ട് ഡൈ എന്നിട്ടിട്ട് ഗ്രൂപ്പ് ഏതാ? മീഥൈൽ ഗ്രൂപ്പാണ്. ഇപ്പോൾ 2,2 ഡൈമീഥൈൽ. സ്ട്രെയിറ്റ് ചെയിനിൽ 3 കാർബൺ ആറ്റാണ് എങ്ങനെ കൗണ്ട് ചെയ്താലും നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ പേരെന്തായിരിക്കും? 2,2 ഡൈമീഥൈൽ പ്രൊപ്പെയിൻ. ഇതാണ് തേർഡ് ഐസോമർ ഓഫ് പെൻറ്റെയിൻ. പെൻറ്റെയിൻ്റെ മൂന്നാമത്തെ ഐസോമറിൻ്റെ ഷേപ്പ് ഇങ്ങനെയായിരിക്കും വരിക. ഓക്കെ, 2,2 ഡൈമീഥൈൽ പ്രൊപ്പെയിൻ. ഹൗ മെനി ചെയിൻ ഐസോമേഴ്സ് ആർ പോസിബിൾ ഫോർ ദ കോമ്പൗണ്ട്? ഇത് ഹെക്സെയിനാണ്. 6 കാർബൺ ആറ്റം വരുന്നതുകൊണ്ട് ഇത് ഹെക്സെയിനാണ്. അപ്പോൾ ഇതിൻ്റെ എത്ര ചെയിൻ ഐസോമേഴ്സ് ഉണ്ടാവുമെന്നാണ് പറഞ്ഞത് അല്ലേ? ചെയിനിൽ എത്ര മാറ്റം വരുത്താൻ പറ്റുമെന്നാണ് നമ്മുടെ ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഐസോമേഴ്സ് വരുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇവിടെ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചത് ചെയിൻ്റെ സ്ട്രക്ചറിൽ വ്യത്യാസം വരുമ്പോൾ എത്ര ഐസോമേഴ്സ് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പം ഇത് ആദ്യത്തത് എന്താ? സ്ട്രെയിറ്റ് ചെയിന് വരുന്നത്. പിന്നെ നമ്മൾ എന്ത് ചോദിച്ചാൽ ഒരു CH3 ഗ്രൂപ്പിനെ എടുത്തിട്ട് നമ്മൾ ബ്രാഞ്ച് ആക്കും. ഓക്കെ, ഒരു CH3 ഗ്രൂപ്പിനെ എടുത്തിട്ട് ബ്രാഞ്ച് ആക്കാം. അപ്പോൾ CH3 സെക്കൻഡ് കാർബണിൻ്റെ മുകളിൽ ഇവിടെ CH3 കൊടുക്കാം. CH2 CH2 CH3 6 കാർബൺ ആറ്റംസ് ഉണ്ടോ നോക്കാം. 1 2 3 4 5 6 ഹൈഡ്രജൻ ആറ്റംസ് 1 2 3 9
11, 13. 6, 7, 9, 11, 14 ഹൈഡ്രജൻ ആറ്റംസ് വരുന്നുണ്ട്. അപ്പം അതും ക്ലിയർ ആവുന്നുണ്ട്. ഇനി ഇതിൻ്റെ പേരെന്തായിരിക്കും? രണ്ടാമത്തെ കാർബണിൻ്റെ മുകളിലാണ് മീഥൈൽ ഗ്രൂപ്പ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പേര് 2-methyl. സ്ട്രെയിറ്റ് ചെയിനിൽ 5 കാർബൺ ആറ്റമാണ് അല്ലേ. അപ്പം സിംഗിൾ ബോണ്ട് വരുന്നത് പെൻറ്റേനോ, 2-methyl പെൻറ്റെയിൻ. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് ഐസോമർ വരുന്നത്, ഫസ്റ്റ് ഐസോമർ. രണ്ടാമത്തെ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഇവിടുന്ന് ഈ ഒരു CH എടുത്തിട്ട് മൂന്നാമത്തെ കാർബണിൻ്റെ മുകളിൽ അങ്ങോട്ട് കൊടുക്കാം. അപ്പം CH3 CH CH3 CH CH3 CH3 ഇങ്ങനെയൊരു കോമ്പൗണ്ട് ഫോം ചെയ്യും. ഇവിടെ 3, 4, 5, 6 കാർബൺ ആറ്റംസും 14 ഹൈഡ്രജൻ ആറ്റംസ് വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ പേരെന്തായിരിക്കും? ഇവിടെ സെക്കൻഡ് കാർബൺ ആറ്റത്തിന് മുകളിൽ തേർഡ് കാർബൺ ആറ്റത്തിന് മുകളിലും മീഥൈൽ ഗ്രൂപ്പാണ് വരുന്നത് അല്ലേ. അപ്പം നമ്മൾ പൊസിഷൻ പറഞ്ഞു, രണ്ടും മീഥൈൽ ആയതുകൊണ്ട് ഡൈന്ന് എഴുതണം, ഡൈ മീഥൈൽ. സ്ട്രെയിറ്റ് ചെയിനിൽ എത്ര കാർബൺ ആറ്റംസ് വരുന്നുണ്ട്? 4 കാർബൺ ആറ്റംസ് ആണ് വരുന്നത്. അപ്പോൾ ബ്യൂട്ടെന്ന് എഴുതണം, സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANEയിൽ അവസാനിക്കണം. നമ്മളുടെ കോമ്പൗണ്ടിൻ്റെ പേരെന്താ? 2,3 ഡൈമീഥൈൽ ബ്യൂട്ടെയിൻ. ഇതാണ് ഇതിൻ്റെ സെക്കൻഡ് ഐസോമർ. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇവിടെ ഒരു മീഥൈൽ ഗ്രൂപ്പിനെ എടുത്തിട്ട് ഡൈ വരുന്ന രീതിയിൽ, അതായത് CH3 C, മുകളിലൊരു CH3, അതേപോലെ താഴെയൊരു CH3, CH2 CH3. അപ്പം സെക്കൻഡ് കാർബണിൻ്റെ മുകളിൽ 2 മീഥൈൽ ഗ്രൂപ്പ്, 2,2 ഡൈമീഥൈൽ. സ്ട്രെയിറ്റ് ചെയിനിൽ എത്ര കാർബൺ ആറ്റംസ് വരുന്നുണ്ട്? 4 കാർബൺ ആറ്റംസ് വരുന്നുണ്ട്. അപ്പോൾ 2,2 ഡൈമീഥൈൽ ബ്യൂട്ടെയിൻ. ഉണ്ടോ? അപ്പം ചിലർ ഇതിനും കൂടി ഐസോമറിൽ കൗണ്ട് ചെയ്യും, 1, 2, 3, 4. ഇനി വല്ല ചേഞ്ചസ് നമുക്ക് ഇതിൻ്റെ അകത്ത് പോസിബിളായിട്ട് വരുത്താൻ പറ്റുമോ? ഇനി എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ട് സ്ട്രക്ചറിൽ ചെയിൻ്റെ പൊസിഷനിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ സാധിക്കുന്നുണ്ടോ? നിങ്ങൾ ജസ്റ്റ് തിങ്ക് ചെയ്ത് നോക്കാം, ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഓക്കെ, പോസിബിൾ. നമ്മളിവിടെ മാക്സിമം 3 വരച്ചു അല്ലേ, 3 ഐസോമേഴ്സ് ഇവിടെ ഡ്രോ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ വരയ്ക്കാൻ പറ്റുകയാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ വരച്ച് നോക്കുക. 4th പോസിബിൾ ആണോ എന്നുള്ളത് നിങ്ങൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് എഴുതി അറിയിക്കാം. ഓക്കെ, ഇനിയും പോസിബിൾ ആണെങ്കിൽ ഞാനിവിടെ 3 എഴുതി നിർത്തുന്നുണ്ട്. 4th one പോസിബിൾ ആണെങ്കിൽ ഡ്രോ ചെയ്തിട്ട് നിങ്ങൾ നോക്കാം. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കാം. അത് നിങ്ങൾക്കൊരു ഹോംവർക്കായിട്ട് തരാം. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഐസോമറിസം പൊസിഷൻ ഐസോമറിസം എന്ന് പറയും. പൊസിഷൻ ഐസോമറിസം. ഇവിടെ പൊസിഷൻ ആരാണ് ബേസ് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പ് പഠിച്ചിട്ടുണ്ട് അല്ലേ, ഫങ്ഷണൽ ഗ്രൂപ്പ്. അപ്പം മോളിക്കുലർ ഫോർമുലൊക്കെ സെയിം തന്നെ, ഫങ്ഷണൽ ഗ്രൂപ്പും സെയിം ആവുകയാണെങ്കിൽ ഒരു 2 ഹൈഡ്രോ കാർബൺ എടുക്കുക, ആ 2 ഹൈഡ്രോ കാർബണിൻ്റെ മോളിക്കുലർ ഫോർമുലൊക്കെ സെയിമും ഫങ്ഷണൽ ഗ്രൂപ്പ് സെയിം തന്നെ. ഇപ്പോൾ 2 ആൽക്കഹോൾ ആണെങ്കിൽ ആ ആൽക്കഹോളിൻ്റെ പൊസിഷൻ OH ഗ്രൂപ്പിൻ്റെ പൊസിഷൻ വ്യത്യാസം വരാം. അങ്ങനെ വരുന്ന ഐസോമേഴ്സിനാണ് നമ്മൾ എന്താ പറയുന്നത്? പൊസിഷൻ ഐസോമേഴ്സ് എന്ന് പറയുന്നത്. ആ പ്രത്യേകതയ്ക്ക് അല്ലെങ്കിൽ ഫെനോമിനെ നമ്മൾ പൊസിഷൻ ഐസോമറിസം എന്ന് പറയും. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മോളിക്കുലർ ഫോർമുല എന്താ? 1, 2, 3 3 കാർബൺ ആറ്റം ഉണ്ട്, അതേപോലെ 7 ഹൈഡ്രജൻ ആറ്റം, ഒരു OH ഗ്രൂപ്പ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാലും സെയിം, 3 കാർബൺ ആറ്റം, 7 ഹൈഡ്രജൻ ആറ്റം, OH. പക്ഷേ ഇവിടെ വ്യത്യാസം എന്താ? ഇവിടെ ഫസ്റ്റ് കാർബണിൻ്റെ മുകളിലാണ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ OH ഗ്രൂപ്പ് വരുന്നത്. ഇവിടെ സെക്കൻഡ് കാർബണിൻ്റെ മുകളിലാണ് OH ഗ്രൂപ്പ് വരുന്നത്. അപ്പോൾ ഇവിടെ ആരാണ് ഈ വ്യത്യാസം ഉണ്ടാക്കുന്നത്?
OH ഗ്രൂപ്പിൻ്റെ പൊസിഷൻ അല്ലേ. അപ്പോൾ ഈ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പൊസിഷൻ മാറുമ്പം ഉണ്ടാവുന്ന ഐസോമേഴ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പൊസിഷൻ ഐസോമേഴ്സ്. വെൻ 2 compounds have same molecular formula and same functional group but differ in the position of the functional group are called പൊസിഷൻ ഐസോമേഴ്സ്. ഈ പ്രത്യേകത പൊസിഷൻ ഐസോമറിസം. അപ്പോൾ ഇവിടെ പൊസിഷൻ ഐസോമറിസം കാണിക്കുക ആരാണ്? ഫങ്ഷണൽ ഗ്രൂപ്പ്, ഒരേ ഫങ്ഷണൽ ഗ്രൂപ്പുള്ള സെയിം മോളിക്കുലർ ഫോർമുലുള്ള കോമ്പൗണ്ട്സ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഇതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ് പ്രസൻറ്റ് ഇൻ ദം? ഇവരുള്ള ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പേരെന്താണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇവരുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് OH ആണ്. അത് നമ്മൾ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്നാണ് പറയുക. OH ഗ്രൂപ്പിന് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്ന് പറയും. അപ്പോൾ ഹൈഡ്രോക്സിൽ അല്ലെങ്കിൽ OH ഗ്രൂപ്പ്, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പാണ് ഇതിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നത്. വാട്ട് ഈസ് ദ മോളിക്കുലാർ ഫോർമുല? മോളിക്കുലാർ ഫോർമുല നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ? C3H7OH. C3H7OH ആണ് മോളിക്കുലാർ ഫോർമുല. റൈറ്റ് ദർ IUPAC നെയിം. ഇവരുടെ IUPAC നെയിം എന്താണ് അല്ലേ? ഇവരുടെ IUPAC നെയിം എന്താ വരുന്നത് നോക്കാം. അപ്പോൾ കോമ്പൗണ്ട് 1 എന്താ വരുന്നത്? ആൽക്കഹോൾ ഗ്രൂപ്പ് വരുന്നത്, അല്ല ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് വരുന്നത് എവിടെയാണ്? ഫസ്റ്റ് കാർബൺ ആറ്റത്തിൻ്റെ മുകളിലാണ് അല്ലേ. ഫസ്റ്റ് കാർബൺ ആറ്റത്തിൻ്റെ മുകളിൽ വരുമ്പം അതിൻ്റെ പേരെന്തായിരിക്കും? ആദ്യം നമ്മൾ മാക്സിമം എത്ര കാർബൺ ആറ്റം ഉണ്ട് അത് എഴുതാം. പ്രോപ്പ്. 3 കാർബൺ ആറ്റം വരുമ്പോൾ പ്രോപ്പ് വന്നു, പ്രൊപ്പാൻ, പിന്നെ പൊസിഷൻ ഓഫ് OH ഗ്രൂപ്പ്. ഫസ്റ്റ് ആൽക്കഹോളിൻ്റെ OL കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പേരെന്താ? പ്രൊപ്പാൻ 1 ഓൾ അല്ലേ. പ്രൊപ്പാൻ 1 ഓൾ എന്നാണ് പേര്. ഇനി ഇതിൻ്റെയോ സെക്കൻഡ് കാർബൺ ആറ്റത്തിന് മുകളിലാണ് 3 കാർബൺ ആറ്റമാണ് മെയിൻ ചെയിനുള്ളത്. അപ്പോൾ പേരെന്താണ്? പ്രൊപ്പാൻ തന്നെ. പക്ഷേ പൊസിഷൻ ഓഫ് OH എവിടെയാണ് വരുന്നത്? സെക്കൻഡ് കാർബൺ ആറ്റത്തിന് മുകളിൽ. അപ്പോൾ ഈ കോമ്പൗണ്ടിൻ്റെ പേരെന്താ? പ്രൊപ്പാൻ 2 ഓൾ എന്നാണ്. സെക്കൻഡ് കാർബണിൻ്റെ മുകളിലാണ് ഇവിടെ OH ഗ്രൂപ്പ് വരുന്നത്. അതുകൊണ്ട് പൊസിഷൻ 2 ആണ് വരുന്നത്. ആൽക്കഹോളിൻ്റെ OLും കൂടി കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ കോമ്പൗണ്ടിൻ്റെ പേരെന്താണ്? പ്രൊപ്പാൻ 2 ഓൾ. ഓക്കെ, മനസ്സിലായ പൊസിഷൻ ഐസോമേഴ്സ് എന്താണെന്ന്? അനലൈസ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദി 2 pairs ഓഫ് കോമ്പൗണ്ട്സ് ഗിവൺ ബിലോ. അപ്പോൾ ആദ്യം നമ്മൾ പെയർ 1 നോക്കാം. CH3 CH2 CH ഡബിൾ ബോണ്ട് CH2 CH3 CH ഡബിൾ ബോണ്ട് CH CH3. അപ്പോൾ ഇവിടെ വ്യത്യാസം ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഈ ഡബിൾ ബോണ്ടിൻ്റെ പൊസിഷനിലാണ് വ്യത്യാസം വരുന്നത് അല്ലേ. ആദ്യത്തെ കേസ് നമ്മൾ എടുത്തു കഴിയുമ്പം ഫസ്റ്റ് കാർബൺ ആറ്റത്തിൻ്റെ മുകളിലാണ് ഡബിൾ ബോണ്ട്. എന്തുകൊണ്ടാണ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട്, ഫങ്ഷണൽ ഗ്രൂപ്പ്, അത് ഏത് കാർബൺ ആറ്റത്തിൻ്റെ മുകളിലാണോ വരുന്നത് അവിടെ നിന്നുള്ള കാർബൺ ആറ്റംസിന് മിനിമം നമ്പർ കിട്ടണം അല്ലേ. കൗണ്ടിങ് അവിടെ നിന്നായിരിക്കും നമ്മൾ തുടങ്ങേണ്ടത്. ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ. അപ്പം ഫസ്റ്റ് കാർബൺ ആറ്റത്തിന് മുകളിലാണ് ഇവിടെ എന്ത് വരുന്നത്? ഡബിൾ ബോണ്ട് വരുന്നത്. ഇവിടെ സെക്കൻഡ് കാർബൺ ആറ്റത്തിന് മുകളിലാണ് എന്ത് വരുന്നത്? ഡബിൾ ബോണ്ട് വരുന്നത്. ബിറ്റ്വീൻ സെക്കൻഡ് ആൻഡ് തേർഡ്, ഇവിടെ ബിറ്റ്വീൻ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്. ആ ഒരു വ്യത്യാസമാണ് ഇതിൻ്റെ അകത്ത് ഉള്ളത്. ഓക്കെ, നമ്മൾ ഏകദേശം ഒരു ഐഡിയ കിട്ടി എവിടെയാണ് എന്താണ് വ്യത്യാസം എന്നുള്ളത്. ഇനി അതിൻ്റെ ബേസിൽ ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഈസ് ദ മോളിക്കുലാർ ഫോർമുല ഓഫ് ദീസ് കോമ്പൗണ്ട്സ്? ഇതിൻ്റെ മോളിക്കുലാർ ഫോർമുല എന്താ വരുന്നത്? മോളിക്കുലാർ ഫോർമുല നമ്മൾ എഴുതുമ്പം 4 കാർബൺ ആറ്റം വരുന്നുണ്ട് അല്ലേ. C4 വരുന്നുണ്ട്. എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ട്? 5, 6, 8. C4H8. CnH2 എന്ന് പറയുന്ന ഫോർമുലയാണ്. ഇപ്പോൾ ആൽക്കി എന്നാണ് നമുക്ക് മനസ്സിലായി. C4H8 ആണ് ഇതിൻ്റെ മോളിക്കുലാർ ഫോർമുല. റൈറ്റ് ദെയർ IUPAC നെയിംസ് ആണ് എഴുതേണ്ടത്. ഫസ്റ്റ് ഇതിൻ്റെ പേരെന്താ? 4 കാർബൺ ആറ്റംസ് വരുന്നുണ്ട്. അപ്പം നമ്മൾ ആദ്യം എഴുതി വെക്കുക. ആൽക്കീൻ, ആൽക്കൈൻ്റെ ഒക്കെ കേസ് നമ്മൾ എന്ത് എഴുതി വെക്കും? ആദ്യം ലോങ്ങസ്റ്റ് ചെയിനിൻ്റെ പേരെന്താണോ വരുന്നത് അത് നമ്മൾ പ്രിഫിക്സ് അങ്ങോട്ട് കൊടുക്കും. ബ്യൂട്ട്. സെക്കൻഡ് സ്റ്റെപ്പ് എന്താ? എവിടെയാണോ ഡബിൾ ബോണ്ട് വരുന്നത് ആ കാർബണിൻ്റെ നമ്പർ ബിറ്റ്വീൻ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ആണ്. ഫസ്റ്റിൻ്റെ മുകളിലാണ് ഡബിൾ ബോണ്ട് തുടങ്ങുന്നത്. അപ്പോൾ ആ നമ്പർ അവിടെ ഇരിക്കും. ബ്യൂട്ട് 1. ഡബിൾ ബോണ്ട് വരുന്നതുകൊണ്ട് സഫിക്സ് എന്തായിരിക്കണം? ENE. ബ്യൂട്ട് 1 ഈൻ അല്ലേ. ഈ കോമ്പൗണ്ടിൻ്റെ പേര് ബ്യൂട്ട് 1 ഈൻ എന്നാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സെക്കൻഡ് കാർബൺ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പേരെന്തായിരിക്കും? 4 കാർബൺ ആറ്റം വരുന്നുണ്ട്, ബ്യൂട്ട് തന്നെ വരണം. പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പൊസിഷൻ ഓഫ് കാർബൺ ആറ്റം എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? സെക്കൻഡ് കാർബൺ ആറ്റത്തിന് മുകളിലാണ് അല്ലേ. എങ്ങനെ കൗണ്ട് ചെയ്താലും സെക്കൻഡ് കാർബൺ ആറ്റത്തിന് മുകളിലാണ്. അപ്പോൾ നമ്മൾ അടുത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? പൊസിഷൻ ഓഫ് ദ ഡബിൾ ബോണ്ട്. ഡബിൾ ബോണ്ട് വരുന്നുണ്ട്, സഫിക്സ് എന്ത് വരും? ENE വരണം. അപ്പോൾ ഇതിൻ്റെ പേരെന്താ? ബ്യൂട്ട് 2 ഈൻ എന്നാണ് അല്ലേ. ബ്യൂട്ട് 2 ഈൻ. നെയിമിങ് ക്ലിയർ അല്ലേ? ഓക്കെ. വാട്ട് ടൈപ്പ് ഓഫ് ഐസോമറിസം ഡു ദേ എക്സിബിറ്റ്? ഇവർ കാണിക്കുന്ന ഐസോമറിസം ഏതാണ്?
നമ്മളിപ്പോൾ ഓൾറെഡി തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നത് പൊസിഷൻ ഓഫ് ഡബിൾ ബോണ്ടാണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ നമ്മളിവിടെ എന്ത് ടൈപ്പ് ഐസോമേഴ്സ് ആണ് ഇവർ കാണിക്കുന്നത്? പൊസിഷൻ ഐസോമേഴ്സ്. അപ്പോൾ ഇത് നമുക്കൊരു കാര്യം മനസ്സിലാക്കണം. എന്താ വെച്ചാൽ നേരത്തെ നമ്മൾ പൊസിഷൻ ഐസോമറിൻ്റെ ഡെഫിനേഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നത് ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പൊസിഷനിൽ വരുന്ന വ്യത്യാസം. അപ്പോൾ ഇവിടെ ഡബിൾ ബോണ്ട് മാറുമ്പോഴും ചേഞ്ച് വന്നില്ലേ? അപ്പോൾ അതും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും എന്ത് തന്നെയാണ്? ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് തന്നെയാണ്. ഓക്കെ, അപ്പം ഇവർ ഷോ ചെയ്യുന്ന എന്താണ്? പൊസിഷൻ ഐസോമറിസം. ഓക്കെ, അപ്പം ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും എന്ത് തന്നെയാണ്? പൊസിഷൻ ഐസോമേഴ്സ് തന്നെ കാണിക്കും. അവരൊരു ഫങ്ഷണൽ ഗ്രൂപ്പ് തന്നെയാണ്, അത് ഓർമ്മിക്കാം. ഇനി പെയർ 2 നോക്കാം. അപ്പോൾ ഇവിടെ പെയർ 1ഉം 2 തമ്മിലൊരു വ്യത്യാസം എന്താ? മുകളിൽ നമ്മൾ ഡബിൾ ബോണ്ട് കണ്ടു, ഇവിടെ ട്രിപ്പിൾ ബോണ്ടാണ് വരുന്നത് അല്ലേ? ആ ഒരു വ്യത്യാസമാണ് ഉള്ളത്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പൊസിഷൻ ഓഫ് ട്രിപ്പിൾ ബോണ്ടും വ്യത്യാസമാണ് വരുന്നത്. ഡബിൾ ബോണ്ടിൽ കണ്ട പോലെ തന്നെ പൊസിഷൻ ഓഫ് ട്രിപ്പിൾ ബോണ്ടാണ് മാറുന്നത്. വാട്ട് ഈസ് ദ മോളിക്കുലർ ഫോർമുല ഓഫ് ദീസ് കോമ്പൗണ്ട്സ്? ഈ മോളിക്കുലർ ഫോർമുല എന്താ? മെയിൻ വരുന്ന 4 കാർബൺ ആറ്റം, 5, 6, എത്ര ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്? 7 ഹൈഡ്രജൻ ആറ്റംസ് വരുന്നുണ്ട് അല്ലേ? 6 ഹൈഡ്രജൻ ആറ്റംസ് വരുന്നുണ്ട്. C4H6 ആണ് വരുന്നത് അല്ലേ? 6 ഹൈഡ്രജൻ ആറ്റംസ് വരുന്നുണ്ട്. രണ്ടിലും സെയിം അല്ലേ? ഇവിടെ അതേപോലെ തന്നെ 3, 6 ഹൈഡ്രജൻ ആറ്റം. മോളിക്കുലർ ഫോർമുല സെയിം ആണ് വരുന്നത്. റൈറ്റ് ദർ IUPAC നെയിം. അപ്പോൾ ഇവരുടെ IUPAC നെയിം എന്തിനാ വരിക? നേരത്തെ നമ്മൾ കാണിച്ച പോലെ തന്നെ മെയിൻ ചെയിൻ്റെ അകത്ത് എത്ര കാർബൺ ആറ്റംസ് വരുന്നുണ്ടോ അതായിരിക്കും നമ്മൾ പ്രിഫിക്സ് ആയിട്ട് എഴുതേണ്ടത്. 4 കാർബൺ ആറ്റം വരുമ്പം പ്രിഫിക്സ് എന്തായിരിക്കും? ബ്യൂട്ടായിരിക്കും. റൂട്ട് വേർഡ് ബ്യൂട്ടാണ് വരിക. നെക്സ്റ്റ് ട്രിപ്പിൾ ബോണ്ടിൻ്റെ പൊസിഷൻ ഫസ്റ്റ് കാർബൺ ആറ്റത്തിൻ്റെ മുകളിലാണ് തുടങ്ങുന്നത്, സെക്കൻഡിലേക്ക്. അപ്പോൾ ബ്യൂട്ട് 1. സഫിക്സ് എന്ത് വരും? ട്രിപ്പിൾ ബോണ്ട് ആയതുകൊണ്ട് YNE, ബ്യൂട്ട് 1 അയൺ അല്ലേ? ബ്യൂട്ട് 1 അയൺ എന്നാണ് അതിൻ്റെ പേര് വരിക. രണ്ടാമത്തേലോ സെക്കൻഡിൽ നിന്ന് തേർഡിലേക്കാണ് ട്രിപ്പിൾ ബോണ്ട് വരുന്നത്. പൊസിഷൻ ഓഫ് ട്രിപ്പിൾ ബോണ്ട് നമ്മൾ എവിടെ നിന്ന് എടുക്കണം? സെക്കൻഡ് കാർബണിൻ്റെ മുകളിൽ എടുക്കണം. അപ്പോൾ ഇതിൻ്റെ പേരെന്താ? ബ്യൂട്ട് 2 അയൺ, YNE. ഓക്കെ, ബ്യൂട്ട് 1 അയൺ ആൻഡ് ബ്യൂട്ട് 2 അയൺ. വാട്ട് ടൈപ്പ് ഓഫ് ഐസോമറിസം ഡു ദേ എക്സിബിറ്റ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പൊസിഷൻ ഓഫ് ദ ട്രിപ്പിൾ ബോണ്ടാണ്. ഇപ്പോൾ പൊസിഷനിലാണ് വ്യത്യാസം വന്നത്. അതുകൊണ്ട് ഇവർ എക്സിബിറ്റ് ചെയ്യുന്ന ഐസോമറിസം ഏത് തന്നെയാണ്? പൊസിഷൻ ഐസോമറിസം. പൊസിഷൻ ഐസോമറിസം തന്നെയാണ് ഇവിടെയും കാണിക്കുന്നത്. ആഫ്റ്റർ അനലൈസിങ് ദ പ്രീവിയസ് എക്സാമ്പിൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കി. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്താണ് അല്ലേ? എന്താ? ഡബിൾ ബോണ്ട് ആൻഡ് ട്രിപ്പിൾ ബോണ്ട് ആർ ഓൾസോ കൺസിഡേർഡ് ആസ് ഡാഷ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ്. അതാണ് നമ്മളിവിടെ കൺക്ലൂഷൻ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഫങ്ഷണൽ ഗ്രൂപ്പാണ് ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും. റൈറ്റ് ഡൗൺ ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ഓൾ ദ പോസിബിൾ പൊസിഷൻ ഐസോമേഴ്സ് ഓഫ് ദ കോമ്പൗണ്ട്. അപ്പം പൊസിഷനിൽ ക്ലോറിനാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ പോസിബിൾ ആയിട്ടുള്ള പൊസിഷൻ ഐസോമേഴ്സാണ് നമ്മുടെ അടുത്ത് വരയ്ക്കാൻ പറഞ്ഞത് അല്ലേ? പൊസിഷൻ ഐസോമേഴ്സാണ് വരയ്ക്കാൻ പറഞ്ഞത്. അതായത് നമ്മൾ എന്താ ഇവിടെ ചെയ്യേണ്ടത്? ക്ലോറിൻ്റെ ഡിഫറെൻറ്റ് പൊസിഷനിൽ മാറ്റി എഴുതാനാണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി ഉള്ളത് ഫസ്റ്റ് കാർബൺ ആറ്റത്തിൻ്റെ മുകളിലാണ്. ഇനി നമുക്കിതിനെങ്ങനെ മാറ്റാൻ പറ്റും? നമുക്കിനി ആ ക്ലോറിനെ പിടിച്ചിട്ട് എവിടെ ഇടാം? സെക്കൻഡ് കാർബൺ ആറ്റത്തിൻ്റെ മുകളിലിടാം. ആ ഒരു വ്യത്യാസം കാണിക്കാം. ഇവിടെ CH3 തന്നെ അല്ലേ? പൊസിഷൻ ഓഫ് എന്ത് മാറി? ക്ലോറിൻ ആറ്റത്തിൻ്റെ പൊസിഷൻ മാറി. അപ്പം ഇതിൻ്റെ പേരെന്താ? ഫസ്റ്റ് നമുക്കിവിടെ തന്നതിനൊരു പേര് കൊടുക്കണമല്ലോ. ഫസ്റ്റ് കാർബൺ ആറ്റത്തിൻ്റെ മുകളിലാണ് വരുന്നത് അല്ലേ? അപ്പം ഇതിൻ്റെ പേരെന്തായിരിക്കും? നേരത്തെ നമ്മൾ പഠിച്ച CLൊക്കെ വരുമ്പം എങ്ങനെയായിരിക്കും നമ്മൾ നേരത്തെ പേര് കൊടുത്തത്? ക്ലോറിൻ ആറ്റം വരുമ്പം പൊസിഷൻ പിന്നെ ഏതാണ് ഗ്രൂപ്പ്, അങ്ങനെ നമ്മൾ പേര് കൊടുത്ത്. അപ്പം ഇവിടെ നമ്മൾ പേരെന്തായിരിക്കും? 1 ക്ലോറോ. എത്ര കാർബൺ ആറ്റംസ് ഉണ്ട്? 3, 4, 5 അല്ലേ? 1 ക്ലോറോ പെൻറ്റേൻ എന്നാണ് അതിൻ്റെ പേര്. ഇപ്പോൾ നമ്മളിവിടെ രണ്ടാമത്തെ എന്താ ചെയ്ത്? ആ ക്ലോറിനെ ഫസ്റ്റിനെ മാറ്റി എവിടെ കൊണ്ടുപോയിട്ട്? സെക്കൻഡിലേക്ക് ഇട്ട്. അപ്പോൾ ഈ ഐസോമറിൻ്റെ പേരെന്തായി? 2 ക്ലോറോ പെൻറ്റേൻ തന്നെയായി അല്ലേ? പെൻറ്റേനിൽ മാറ്റമല്ല, പൊസിഷൻ ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ് മാത്രം മാറി. 2 ക്ലോറോ പെൻറ്റേനായി. ഇനി നമുക്ക് ഒരു സ്ഥലത്തും കൂടി ഇതിനെ കൊണ്ടിടാൻ പറ്റും അല്ലേ? മൂന്നാമത്തെ കാർബൺ ആറ്റത്തിൻ്റെ മുകളിലേക്ക് കൊണ്ടിടാൻ പറ്റും. അപ്പോൾ CH3, CH2, CH, Cl,
CH2 CH3. ഇതിൻ്റെ പേരെന്താ? 3-chloro-pentane ആണ്. മൂന്നാമത്തെ കാർബൺ ആറ്റത്തിൻ്റെ മുകളിലേക്ക് ക്ലോറിനെ മാറ്റിയപ്പം ഐസോമർ കിട്ടി, പൊസിഷണൽ ഐസോമർ കിട്ടി. പേരെന്താ? 3-chloro-pentane തന്നെ. ഇനി ഇവിടെ പിടിച്ചാൽ 4-chloro ആവോ? ഇല്ല. കാരണം നമ്മളിവിടെ കൗണ്ട് ചെയ്യുമ്പം ലോവസ്റ്റ് നമ്പർ ക്ലോറിൻ ആറ്റം വരുന്ന കാർബണിൻ്റെ മുകളിലേക്ക് തന്നെ വരണ്ടേ. അപ്പം ഇവിടുന്ന് കൗണ്ട് ചെയ്താലും 1 2 സെക്കൻഡ് കാർബൺ ആറ്റത്തിൻ്റെ മുകളിലാണ്. ഇനി ഇതിനെ ഇവിടെ പിടിച്ചിട്ട് നമ്മൾ പേര് മാറ്റാൻ നോക്കിയാൽ തെറ്റും. കാരണം പേര് തന്നെയല്ലേ വരിക. നമ്മൾ ലോവസ്റ്റ് നമ്പർ കിട്ടണം എന്നുള്ള റൂള് പഠിച്ചുകൊണ്ട് ഇവിടെ പിടിച്ചിടുമ്പം സെക്കൻഡ് കാർബൺ ആറ്റത്തിൻ്റെ മുകളിലാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ പേരും തന്നെയാണ് 2-chloro-pentane ആണ്. അപ്പോൾ ഇതിന് പോസിബിളായിട്ടുള്ള പൊസിഷൻ ഐസോമർ എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണേ ഉള്ളൂ. അപ്പോൾ ഹൗ മെനി പോസിബിൾ പൊസിഷൻ ഐസോമർ ചോദിച്ചു കഴിഞ്ഞാൽ 3 പോസിബിൾ പൊസിഷണൽ ഐസോമേഴ്സ് ആണ് വരുന്നത്. ഏതൊക്കെയാണ്? 1-chloro-pentane, 2-chloro-pentane ആൻഡ് 3-chloro-pentane. ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത ചോദ്യം എന്താ? റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ആൻഡ് IUPAC നെയിം ഓഫ് ദ പൊസിഷൻ ഐസോമേഴ്സ് ഓഫ് ദ കോമ്പൗണ്ട് പെൻറ്റൻ 2-on. അല്ലേ, കീറ്റോൺ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ നോക്കിയാലോ എങ്ങനെയായിരിക്കും? പെൻറ്റാൻ 2-on എന്നാണ് പറഞ്ഞത്. അപ്പം സെക്കൻഡ് കാർബൺ ആറ്റത്തിൻ്റെ മുകളിലാണ് കീറ്റോ ഗ്രൂപ്പ് വരുന്നത് അല്ലേ, C+O എന്ന് പറയുന്നത്. അത് വരുന്നത് എവിടെയാണ്? സെക്കൻഡ് കാർബൺ ആറ്റത്തിൻ്റെ മുകളിലാണ്. നമുക്ക് അതിൻ്റെ ഐസോമർ, പൊസിഷൻ ഐസോമറാണ് വരുന്നത്. പൊസിഷൻ ഐസോമർ എന്താ? ആ CO മാറുന്ന മാത്രം നമ്മൾ എഴുതിയാൽ മതി. CO മാത്രം എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് അത് മാത്രം നമുക്ക് എഴുതിയാൽ മതി. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ വേണമെങ്കിൽ വരച്ച് കാണിച്ചു തരാം. CH3 C C+O അല്ലേ, ഇതാണ് നമ്മളുടെ കീറ്റോ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. C+O പെൻറ്റനാണ് വരുന്നത്. അപ്പോൾ 5 കാർബൺ ആറ്റം വരണം. അപ്പം CH2 CH3 ഇതാണ് ക്വസ്റ്റ്യൻ തന്ന കോമ്പൗണ്ട്. ഇതിൻ്റെ പേരെന്താണ്? പെൻറ്റൻ 2-on എന്നാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പൊസിഷൻ ഐസോമറാണ് നമ്മളടുത്ത് പറഞ്ഞത് അല്ലേ. ഇതിൻ്റെ ഒരു പൊസിഷൻ ഐസോമറാണ് നമ്മളടുത്ത് ഇവിടെ വഴക്കാൻ പറഞ്ഞത്, എഴുതാൻ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ പൊസിഷൻ ഐസോമേഴ്സ് മാറ്റുകയാണെങ്കിൽ ഇതിനെ പിടിച്ച് അങ്ങോട്ട് മാറ്റിയാൽ മതി അല്ലേ. ഈ O ഇത് തേർഡ് കാർബൺ ആറ്റത്തിന് മുകളിൽ മാറ്റുകയാണെങ്കിൽ പെൻറ്റൻ 3-on ആവും. പെൻറ്റൻ 3-on ആവും. പിന്നെ വേറെ എന്തെങ്കിലും വരുമോ? ഇല്ല അല്ലേ. പൊസിഷൻ ഐസോമേഴ്സാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഇതിനൊരു പോസിബിൾ ഏതാ വരുന്നത്? CH3 CH2 C+O CH2 CH3. പൊസിഷൻ ഐസോമർ ഓഫ് ദ കോമ്പൗണ്ട് പെൻറ്റൻ 2-on. അപ്പോൾ ഇതിൻ്റെ പേരെന്താ വരിക? ഇവിടെ തേർഡ് കാർബൺ ആറ്റത്തിന് ഇങ്ങനെ കൗണ്ട് ചെയ്താലും മൂന്നാമത്തെ കാർബൺ ആറ്റത്തിൻ്റെ മുകളിലാണ് ഈ C+O വന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ പേരെന്തായിരിക്കും? പെൻറ്റൻ 3-on എന്ന് വരും. പെൻറ്റൻ 3-on എന്ന് വരും. ഓക്കെ. ഇനി ഇത് കൂടാതെ നമ്മുടെ അടുത്ത് ഇപ്പോൾ പൊസിഷൻ ഐസോമർ അല്ല എന്ന് ചോദിച്ചെന്ന് വിചാരിക്കാം. അപ്പം വേറെ നമ്മൾ സ്ട്രക്ചറൊക്കെ വരയ്ക്കാം. പക്ഷേ നമ്മൾ അത്ര ഡീറ്റെയിലേക്ക് ഇപ്പം പോകണ്ട. അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. ഇത് കഴിഞ്ഞാൽ ഇനി നമുക്കൊരു ഐസോമറിസം കൂടി പഠിക്കാനുണ്ട്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ പഠിക്കും. അപ്പം എല്ലാവർക്കും ഇന്നെടുത്ത ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ വീണ്ടും മനസ്സിലായ ക്ലാസ് കാണുക, ഒറ്റയ്ക്ക് ചെയ്ത് നോക്കുക, എന്നാലേ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആവുള്ളൂ. എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ ഓഫ് യു.